നോക്കണ്ട, നമ്മുടെ KSRTC ബസ് തന്നെയാണ് കയറി പോകുന്നത്. വഴി അതെന്ന് മനസ്സിലായോ? നമ്മുടെ വണ്ണപ്പുറത്ത് നിന്ന് ചേലച്ചോട് പോകുന്ന വഴിയാണ്. കുത്തനെയുള്ള ഇറക്കങ്ങളും കൊടും വളവുകളും നിറഞ്ഞിരിക്കുന്ന ഈ പാതയിൽ കൂടി ഒരിക്കലെങ്കിലും നിങ്ങൾ യാത്ര നടത്തേണ്ടതാണ്. മഴക്കാലമാണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും വഴി പോലും കാണാത്ത കോടമഞ്ഞ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും ഇതുവഴിയുള്ള യാത്രയിൽ. നിരവധി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ വഴിയിൽ കൂടിയുള്ള യാത്രയിൽ നമ്മൾ ഏറെ ശ്രദ്ധിച്ചു മാത്രം ഡ്രൈവ് ചെയ്യേണ്ട ഒരു വഴിയാണ്. നല്ല കുത്തിറക്കത്തിലൊക്കെ ന്യൂട്രൽ അടിച്ചു പോകുന്ന ബിരുദന്മാരും അതുപോലെ തന്നെ ടോപ്പ് ഗിയറിലൊക്കെ ഇറങ്ങി പോകുന്ന ബിരുദന്മാരെയും ഏറെ കണ്ടിട്ടുണ്ട്. ഇതിനോടകം നിരവധി കാറുകളാണ് ഇവിടെ കത്തി നശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴേന്ന് ഫസ്റ്റ് ഗിയറിൽ കയറി വലിയ കാറൊക്കെ കൊടുക്കാതെ കയറി തന്നെയാണ് ഏറ്റവും ഉചിതം. പക്ഷേ ഈ വഴി അസാധ്യമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഈ വളവ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ച് ആരും ടോപ്പ് ഗിയർ ഒന്നും കൊടുത്ത് വണ്ണപ്പുറത്തേക്ക് ഇറങ്ങി പോരുത്. പിന്നെയും താഴെ വരെ നല്ല കുത്തിറക്കമാണ്. അതുപോലെ തന്നെ തിരിച്ച് ചേരച്ചോട്ടിലാണെങ്കിലും നല്ല കുത്തിറക്കവും വളവും തിരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം, കാഴ്ചകൾ കാണാം, ആവോളം ആസ്വദിക്കാം. പക്ഷെ ശ്രദ്ധയോട് മാത്രം ഇതുവഴി യാത്ര ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ താഴെ കണ്ടിരിക്കുന്ന നമ്മുടെ ബസ് ഇവിടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ആ ബസ് കയറി പോകുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം റിസ്ക് പിടിച്ച വഴിയാണെന്നുള്ള കാര്യം. അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ബസ്സിൻ്റെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ പോയിരുന്ന് യാത്ര ചെയ്യണം. എൻ്റെ പൊന്നെ, ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അത് കുത്തനെ ഇറക്കം ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും ഇടുക്കിയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു വഴികൾ തിരഞ്ഞെടുക്കുകയാണ് കുറച്ചും കൂടി ഉചിതം. അതുപോലെ തന്നെ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ലോഡുമായിട്ട് ഒരു കാരണവശാലും ഇതിലൂടെ തിരിച്ചു വരരുത്. വണ്ണപ്പുറം വഴി നിങ്ങളുടെ വാഹനം കയറാനുള്ള സാധ്യത അപൂർവം മാത്രമാണ്. അല്ലെങ്കിൽ പരിചയമുള്ള ഡ്രൈവർമാരായിരിക്കണം. ഒരുപാട് ലോറികൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ചരിത്രമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ശ്രദ്ധയോടുകൂടി മാത്രം വാഹനം ഓടിക്കുക.